നാട്ടുകാർക്ക് എല്ലാവർക്കും സ്വാഗതം. എനിക്കിന്ന് ഐസിടാതെ നല്ല ഫ്രഷ് മത്തി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതെങ്ങനെയാണ് കറി വെക്കുന്നത് നോക്കാം. ഇതിൽ ഞാൻ എരിവിനാവശ്യമായ മുളക് പൊടി ചേർത്തിട്ടുണ്ട്, മഞ്ഞൾപ്പൊടി ചേർത്തിട്ടുണ്ട്, 1 ടീസ്പൂൺ കുരുമുളക് ചേർത്തിട്ടുണ്ട്, 10 ചെറിയ ഉള്ളി ചേർത്തിട്ടുണ്ട്, ആവശ്യത്തിന് ഉപ്പ് ചേർത്തിട്ടുണ്ട്, ഒരു ചെറിയ കുടംപുളീൻ്റെ കഷ്ണം ഇട്ടിട്ടുണ്ട്, മാങ്ങ ചേർത്തിട്ടുണ്ട്, 2 തക്കാളി ചെറുതായി മുറിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതെങ്ങനെയാണ് കുക്കറിൽ തയ്യാറാക്കുന്നത് നോക്കാം. കുക്കർ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമുക്ക് മീനെല്ലാം ഇതിലേക്ക് ഇങ്ങനെ ഇട്ട് കൊടുക്കണം. അങ്ങനെ എല്ലാം കുക്കറിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട്. ഇനി മീനിൻ്റെ മുട്ടയില്ലേ, നമ്മളിതിന് ഇണറെന്നാണ് പറയുക, നമുക്കിതും ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതിൽ ഞാൻ കുറച്ച് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും പുരട്ടിയിട്ടുണ്ടായിരുന്നു. ഇനി നമുക്ക് ഈ ചട്ടി കഴുകിയ വെള്ളം കുറച്ച് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇത്രയും ആവശ്യമുള്ളൂ. ഇനി നമുക്ക് ഒറ്റ വിസിലിന് ഇത് വേവിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് ചേർക്കുന്നത് 1 ടീസ്പൂൺ വെളിച്ചെണ്ണയാണ്. ഇത്ര മതി. ഇനി ഇത് മൂടി വെച്ച് വേവിക്കാം. ഇനി ഇതിൻ്റെ മുകളിൽ കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. ഇനി ഇത് അടച്ചു വെക്കാം. അങ്ങനെ നമ്മൾ മത്തി ആയോ നോക്കാം. മത്തി ആയിട്ടുണ്ട്. ഇത് ഇളക്കിയിട്ട് നമ്മളിങ്ങനെ ഉടക്കാൻ പാടില്ല, ഒന്ന് ഇളക്കി കൊടുക്കാം. അങ്ങനെ ഇളക്കിയിട്ടെല്ലാം വെച്ചിട്ടുണ്ട്. ഞാൻ കുറച്ച് ഉപ്പ് കുറവേനും ഉപ്പ് ഇട്ടിട്ടുണ്ട്. മത്തി ഉടയാണ്ട് നല്ല രീതിയിൽ കിട്ടിയിട്ടുണ്ട്. ഇതേപോലെ മത്തി കിട്ടും, എല്ലാവരും ഇതേപോലെ ഉണ്ടാക്കി നോക്കുക. ഇനി ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ നനച്ച് കൊടുക്കാം. അത്ര മതി. ആദ്യം നനച്ചിനല്ലോ, അപ്പോൾ ഇത്ര മതി. നമ്മൾ ഈ എണ്ണയിൽ വറുത്ത് തിന്നതിനേക്കാളും എത്രയോ നല്ലതാണ് ഇതേപോലെ കറി വെച്ചാൽ. എല്ലാവരും ഇതേപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണേ. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.